നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? ഹുവയാണ്. ഈ ഹുവ എന്ന് പറഞ്ഞാൽ അയാളാണ്. അതിൻ്റെ വേർഷൻസ് ആണ് നമ്മൾ പഠിച്ചിരുന്ന മറ്റു സംഗതികളാണ് ഏത്? ഹാദ എന്നത്. ഹിയ എന്നാൽ അവൾ എന്നാണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഹാദി വ്യത്യസ്തമായ രീതിയിൽ പറയാൻ പഠിച്ചു. ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് ഏറ്റവും യൂസ്ഡ് സാധനങ്ങൾ നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ താങ്കളെന്ന് പറയുവാൻ നീ എന്നും താങ്കൾ എന്നും പറയുമ്പോൾ ഇൻതയാണ് അറബിയിൽ ഉപയോഗിക്കുക. അത് അൻതയും കേൾക്കാം. ഇൻത് ഇൻത്. അപ്പോൾ ചോദ്യം ചോദിക്കുക. ഇൻത് താങ്കൾ. യാ സയ്യിദ് സർ. യാ സയ്യിദ് സർ. ഇൻത് താങ്കൾ. അപ്പോൾ സയ്യിദ് എന്ന് വിളിച്ച സാറായി. അപ്പോൾ താങ്കൾ എന്ന് പറയണം. മലയാളത്തിൻ്റെ രീതി അനുസരിച്ച്. അറബിയിൽ അങ്ങനെ വ്യത്യാസം ഇല്ല. യാ സയ്യിദ് ഇൻത്. മുഹാസിബ്. മുഹാസിബ് നമ്മൾ പഠിച്ചിരുന്നു. അക്കൗണ്ടന്റ്. നിങ്ങൾക്കറിയാം അറബി ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ ഉപയോഗം പോലെയാണ്. ക്വസ്റ്റ്യൻ വേർഡ്സിൽ ആണോ ഉണ്ടോ എന്നതിന് ക്യാ ഉപയോഗിക്കാതെ പറയും. അക്കൗണ്ടന്റെ അത്രയേ ഉള്ളൂ. ആപ് അക്കൗണ്ടന്റെ. ആപ് അക്കൗണ്ടന്റെ ക്യാ ചോദിക്കൂല. ഇതുപോലെ തന്നെയാണ് അറബിയിലും സാധാരണ ഉപയോഗത്തിലുള്ളത്. സർ താങ്കൾ അക്കൗണ്ടന്റ് ആണോ? എങ്ങനെ അറബി ചോദിക്കും? യാ സയ്യിദ് ഇൻത് മുഹാസിബ്. യാ സയ്യിദ് ഇൻത് മുഹാസിബ്. അത്രയേ ഉള്ളൂ. താങ്കൾ അക്കൗണ്ടന്റ് ആണോ? നോക്കി ഓരോ വാക്ക്. മുഹാസിബ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞൊരു വേർഡാണ്. മുഹാസിബ് പഠിച്ചു കഴിഞ്ഞ വേർഡാണ്. ഇൻത് നമ്മളിപ്പം പഠിക്കുകയാണ്. യാ സയ്യിദ് വിളിക്കാനുള്ളതാണ്. അപ്പോൾ അറബിയിൽ യാ സയ്യിദ് ഇൻത് മുഹാസിബ്. സർ അങ്ങ് അക്കൗണ്ടന്റ് ആണോ? ഓക്കെ. നഅം നഅം അന മുഹാസിബ്. അപ്പൊ ഇൻതയും നമ്മൾ ഇവിടെ പഠിച്ചു, അനയും പഠിച്ചു. നഅം യെസ് യെസ്. കോംപ്ലിക്കേറ്റ് ആവില്ലല്ലോ. നഅം അന മുഹാസിബ്. നഅം യെസ് അന മുഹാസിബ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, യാ സയ്യിദ് ഇൻത് മുഹാസിബ്. ഇനി എഞ്ചിനീയർക്ക് നമ്മൾ മുഹന്ദിസ് പഠിച്ചിരുന്നു. യാ സയ്യിദ് ഇൻത് മുഹന്ദിസ്. യാ സയ്യിദ് ഇൻത് ദുക്തൂർ. സർ താങ്കൾ ഡോക്ടറാണോ? നഅം അന ദുക്തൂർ. നഅം അന മുഹന്ദിസ്. ഓക്കെ. അതാണ്. അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ്? ഇൻത മുഹന്ദിസ് യാ സയ്യിദ്. അതേ സാധനം തന്നെയാണ്. യാ സയ്യിദ് എന്നുള്ളത് രണ്ടാമത് കൊണ്ടുവരാം. യാ തയ്യിബ് എന്നാക്കാം, പ്രശ്നമല്ല. ഇൻത മുഹന്ദിസ് യാ തയ്യിബ്. ഇയാളുടെ എഞ്ചിനീയർ ആണ് അവിടെ നിൽക്കുന്നുണ്ട്. യാ തയ്യിബ് ഇൻത മുഹന്ദിസ്. യാ തയ്യിബ്. അവിടെ അന ഇൻത് മുഹന്ദിസ്. യാ തയ്യിബ് സർ താങ്കൾ ഒരു എഞ്ചിനീയർ ആണോ? അതിന് മറുപടി നഅം അന മുഹന്ദിസ്. യെസ് അന മുഹന്ദിസ്. യെസ് ഐ ആം അൻ എഞ്ചിനീയർ. ഓക്കെ. ഈ രീതിയിൽ നിങ്ങൾ അതിനെ ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും.